എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വരുന്നു, മാർക്കറ്റ് 3% അപ്പ് പോകുന്നു. എക്സാക്ട് റിസൾട്ട് വരുന്നു, എക്സിറ്റ് പോളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു റിസൾട്ട് ആവുന്നു. അത് 7%ലേറെ താഴത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റ് വരുന്നു. എഗെയിൻ റൂളിംഗ് പാർട്ടിക്ക് തന്നെ അധികാരം കിട്ടുന്നു വരുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് 3% അല്ലെങ്കിൽ നിഫ്റ്റി 3% അപ്പാവുന്നു. വളരെ ക്രേസീസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ മാർക്കറ്റിൽ വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇനി വരാനിരിക്കുന്ന മാർക്കറ്റിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളിവിടെ നോക്കിക്കാണേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അധികാരമുള്ള പാർട്ടി തന്നെയാണ് തിരിച്ച് ഭരണത്തിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അവരുടെ ഒരു വീക്കർ സൈഡാണ് കാണാൻ പോകുന്നത്. അതായത് ഇൻ ടേംസ് ഓഫ് സീറ്റ് കൗണ്ട് അവർക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കുറയ്ക്കും. അവർക്ക് കോൺഫിഡൻസ് കുറയും. ഇത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പേസിനെ സ്ലോ ഡൗൺ ചെയ്യും. മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും കൂടുതൽ. കഴിഞ്ഞ ഒരു 5 വർഷം കണ്ട ഒരു സ്റ്റേബിൾ റണ്ണൊന്നും ഇനി മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല.